പല ആണ്ടുകൾക്ക് മുമ്പായിട്ട് ശരക, ശുശ്രുത, വാഗ്ബദാദി എന്നുൾപ്പെടുന്ന ആയുർവേദ മഹർഷികൾ മൃഗങ്ങളുമായുള്ള ഗവേഷണങ്ങളിൽ മുഴുകിയിരുന്നു. ജനനത്തിനും മരണത്തിനും നടുവിലുള്ള ബന്ധത്തിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആ ജീവജാലത്തിനുള്ളിൽ പ്രവേശിച്ചു നോക്കി. ജീവനാദം അല്ലെങ്കിൽ ആത്മാവുണ്ടെങ്കിൽ അതിൽ ജീവനുണ്ടെന്നർത്ഥം. ഈ ജീവനാദം അല്ലെങ്കിൽ ആത്മാവെന്നറിയപ്പെടുന്നതിനെ ആർക്കും കാണാൻ സാധിക്കില്ല. പരമാത്മാവിന് മാത്രം വീക്ഷിക്കാൻ കഴിയുന്ന ഇതൊന്നാണ് ആത്മാവ്. നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ഹൃദയം. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ വാസാംസി ജീർണാനി യഥാവിഹായ നമാനി ഗൃഹാതി നരൂപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യായ സന്യാധി നവാനദീഹി. ഈ ആത്മാവ് പഴയ ശരീരത്തിനെ വിട്ട് പുതിയ ശരീരത്തിനെ സ്വീകരിക്കുകയാണ്. അതിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നിടം വരെ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ആത്മാവിന് ഈ ലോകത്തിൽ അതിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിഞ്ഞാൽ ആത്മാവ് അതിന്റെ ഉറവിടമായ പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും. ഇനി ഒരു പക്ഷേ ആ ആത്മാവിന് അതിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഗരുഡ പുരാണത്തിൽ പറഞ്ഞ പ്രകാരം ഈ ആത്മാവിന് തന്റെ ശരീരം വിട്ട് പുറത്തേക്ക് വരാൻ 13 നിമിഷമെടുക്കും. അത് തന്റെ മരണത്തിനും ജീവിതത്തിനും നടുവിൽ 13 മണിക്കൂർ സഹിക്കാറുണ്ട്. ആത്മാവ് തന്റെ ആശകൾ പൂർത്തീകരിക്കാൻ 13 ദിവസങ്ങൾ എടുക്കാറുണ്ട്. അതേ ആത്മാവ് മറ്റൊരു രൂപം ധരിക്കാൻ 13 മാസങ്ങളും എടുക്കാറുണ്ട്. ആത്മാവ് പ്രേതാത്മാവായി മാറാൻ 13 വർഷങ്ങളും എടുക്കാറുണ്ട്. പുരാണം പ്രകാരം 13 നാളുകളായിട്ട് ആ ആത്മാവ് പുറത്തിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. ഗരുഡ പുരാണ പ്രകാരം ആത്മാവ് ശരീരത്തെ വിട്ടു പിരിഞ്ഞാലുടനെ അത് ആ മരിച്ച ശരീരത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് സ്ഥാനം പിടിക്കും. അത് തൻ്റെ പ്രിയപ്പെട്ടവരോട് കരയാൻ പാടില്ലെന്നും പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കും. തൻ്റെ പൂർണ്ണമായി അലങ്കരിച്ച മൃതശരീരം കണ്ടുകൊണ്ട് കരയുകയും ചെയ്യും. തൻ്റെ ശരീരത്തിനടുത്ത് വന്ന് സ്ഥാനം പിടിക്കും. തൻ്റെ മൃതശരീരം കണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് അത് തൻ്റെ മൃതദേഹത്തിൻ്റെ ഇടതുഭാഗത്ത് വന്ന് സ്ഥാനം പിടിക്കും. ദേഹം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാരണത്താൽ ആ ആത്മാവ് ദുഃഖിക്കും. ദുഃഖം കാരണം കുടുംബത്തിൽ യാതൊരു കുറവും സംഭവിക്കാതിരിക്കാൻ വീട്ടിൽ ദീപം തെളിയിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശക്തി അഗ്നി ഭഗവാന് മാത്രമേ ഉള്ളൂ. പുരാണം പടി ആത്മാവ് തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തനിക്ക് സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് പറ്റാറുണ്ട്. അങ്ങനെ ഒരു ആത്മാവിൻ്റെ 13 ദിവസങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്.
എനിക്കറിയാം. നീ ഇവിടെ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പറയ എന്റെ അടുത്ത് പ്ലീസ്. ഏയ്, എനിക്കറിയാം നീ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടെന്ന്. ഇപ്പൊ നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഇവിടുന്ന് പോകും. ഓക്കെ? നിൽക്ക് സുജി, പ്ലീസ്. വീട്ടിലേക്ക് പോണെന്ന് മാത്രം വീണ്ടും പറയരുത്. പിന്നെ നീ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ, അതും ഇത്രയും നേരം. ഇതൊക്കെ തെറ്റല്ലേ? എനിക്കറിയാം അത് തെറ്റാണെന്ന്. പക്ഷെ എന്നാലും നീ എന്നെ ഇവിടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയതും തെറ്റല്ലേ? എനിക്കറിയാം ഞാൻ ലേറ്റ് ആയെന്ന്. അതുകൊണ്ട് പകരം വീട്ടുകയാണോ? അല്ല സുജി, നിന്നോട് അങ്ങനെ കാണിക്കാനുള്ള ധൈര്യമോ ശക്തിയോ ഒന്നും എനിക്കില്ല. എന്റെ മനസ്സ് എപ്പോഴും നിന്റെ പേരാണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ദാ നോക്ക്. ഐ ലവ് യു സുജി. ഐ ലവ് യു ടു. നമസ്കാരം. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, പഴയതൊന്നും മറക്കാൻ പാടില്ല, ശത്രുക്കൾക്ക് ദ്രോഹം വരണമെന്ന് ചിന്തിക്കരുതെന്നും. ജനങ്ങളെ സേവിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നത് പോലെയാണ്. ടൂറിസം മിനിസ്റ്ററായ ഞാൻ ഈ സംസ്ഥാനത്തിന്റെ ഓവറോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്റെ ലക്ഷ്യം തന്നെ. ദാറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം നമ്മുടെ ബീദറിൽ നിന്നാണ്. എന്തെങ്കിലും പ്രശ്നമോ അതുപോലെ എന്തെങ്കിലും ഐഡിയ ആയാലും ശരി, നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ എം ബി എ ഗുഡ് ഓഫീസർ മിസ്റ്റർ റാം. ಯಾರು ನನ್ನ ಮದ್ವೆನೇ ಆಗಲ್ಲ ಅಂತಾರೆ ನೋಡಿ. ನಾನೇನ್ ಚೆನ್ನಾಗಿಲ್ವಾ? ತುಂಬಾ ಚೆನ್ನಾಗಿದ್ಯಾ. ಆದರೆ ಇದು ഓ, കറണ്ട് പോയല്ലോ. ആരത്? ആരാ? ആരാന്നാ ചോദിച്ചേ? ആരാ അവിടെ? Hello? Yeah? Tell me, sir. Okay, sir. Okay. Okay, sure, sir. Can you please send it details, sir? Okay, sir. I will make it with pleasure. Thank you so much for choosing Jai Bhavani Tours and Travels. Thank you, sir. ഹലോ, എവിടെയാണ് എന്റെ ഹീറോ? ഓൺ ദ വേ ടു ഓഫീസ് മാഡം. എനിക്കൊരു ഹെൽപ്പ്. ധൈര്യമായിട്ട് പറഞ്ഞു. മാഡം പറഞ്ഞേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നീ എവിടെയാണെങ്കിലും പെട്ടെന്ന് യൂ ടേൺ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ല്. ഓക്കെ. പിന്നെ ഹൈദരാബാദിൽ നിന്ന് വരുന്ന ട്രെയിനിൽ രാമാനുജൻ എന്നൊരാളുണ്ടാവും. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. നീ അദ്ദേഹത്തെ വളരെ കരുതലോടുകൂടി സേഫ് ആയിട്ട് കൂട്ടിയിട്ട് വാ. ഓക്കെ? ഹലോ ദീപു, ഹലോ, ഞാൻ പറയുന്ന കേൾക്കുണ്ടോ? ఓకే. ఇప్పుడు వచ్చింది, వెళ్తున్నాను. నా లెవెల్కి ఇది కొంచెం చిన్నగాడే అయింది. ఇంకా హైయర్ ఎండ్ వెహికల్ ఉంటే చాలా బాగుంటుంది. దిస్ ఇస్ వెరీ స్మాల్ సిటీ, నో ప్రాబ్లం. బి ఆన్ ద లైన్. ఓకే సార్. ఇప్పుడు నేను మీటింగ్ వెళ్తున్నాను. అది కొటేషన్ పంపించారా? ఎంక్వైరీ చెయ్యి. 2 నిమిషాలు చేస్తాను సార్. సారీ సార్. అరే రే రే, నవ భారత్కే వదిలే చమన్, కొంచెం నిదానంగా వెళ్ళు. ఏం అవసరం లేదు. సరే సార్. హలో 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 సార్.
ఏంట్రా బాబు 2 నిమిషాల నుంచి చెప్పావు ఇంకా మళ్ళీ రావట్లేదే? పంపిస్తాను సార్, 2 నిమిషాలు. ఏంట్రా 2 నిమిషాలు అంటున్నావు రే, ఇంకా ఎంత చెప్పు కావాలరా? సార్ వచ్చింది చూడండి. ఎప్పుడు పంపిస్తావు? చూస్తాను. డ్రైవర్ సారీ సార్. గో ఫాస్ట్. సరే సార్. ఏ బాబు కొంచెం ఏసీ రైస్ చెయ్యి. ఏంట్రా అది లుక్? ఏసీ రైస్ చెయ్యి. ఏసీ ఫుల్లులను సార్. రోడ్డు వర్స్ట్గా ఉంది, కారు వర్స్ట్గా ఉంది. నెట్వర్క్ లేదు. అక్కడ చూడు గలీజ్గా ఉంది. ఛ! ఎలా జీవిస్తున్నారో ఇక్కడ. కారు గ్లాస్ క్లీన్ చేస్తావో లేదో? ఒరే బాబు నీకు తెలుగు రావచ్చా? എനിക്ക് മലയാളം മാത്രമേ അറിയൂ സാർ. ఎంత కొబ్బరా మీకు? സാർ അല്പമെങ്കിലും വൃത്തിയേടില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? നമുക്ക് ചുറ്റും എന്താണോ ഉള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം സാർ. അതാണ് ജീവിതം സാർ. എൻ്റെ മനസ്സിൽ എൻ്റെ ജോലി ഏറ്റവും ടോപ്പിൽ തന്നെയാണ് സാർ. ഇത് അതിഥികളെ ആദരവോടെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടാണ് സാർ. అదన్నీ వదిలే, బండి కరెక్టా ఉందా బాబు? ഓ വണ്ടി സൂപ്പറാണ് സാർ. സാർ ഒരു വർഷമായിട്ട് ഈ വണ്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ఆహా సూపర్ బండిరా బాబు. ആ, ഒരു മിനിറ്റ് സാർ, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. చేయరా. എന്ത് പറ്റി പെട്ടെന്ന്? ആ, ഒരു കുഴപ്പം കാണുന്നില്ല. സാർ ഒരു 2 മിനിറ്റ്സ്, ഞാനിപ്പോൾ ഇത് റെഡിയാക്കാം. చేయరా బాబు. ഇതിനൊരു കുഴപ്പം കാണുന്നില്ലല്ലോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാർ സാറിനെ പുറത്തോട്ടിറങ്ങിയത്? പുറത്ത് നല്ല വെയിലാണ് സാർ. സാർ അകത്ത് തന്നെ ഇരുന്നോളൂ, ഞാൻ 2 മിനിറ്റ് റെഡിയാക്കാം. 2 മിനിറ്റ് പ്ലീസ്. 2 నిమిషాలు అనుకొని 2 గంటలు చేసావు. సార్ ప్లీజ్ సార్. టైం సెన్స్ ఉందా నీకు? సార్ ప్లీజ్ సార్. ఒక ఎగ్జిక్యూటివ్ ఆఫీసర్ ని తీసుకొని దాని ముందు బండి ఎలా ఉంది బాగుందో లేదో నువ్వు చూడుకొని తీసుకొని రావాలా బండిని తెలీదా మీకు? ఇడియట్. ఉండు, మీ ఓనర్కి ఫోన్ చేస్తాను. సార్ సార్ എന്റെ ജോലി പോകും സാർ. സാർ ఇంపోర్టెడ్ సూట్ గలీజ్ చేస్తావా? ఇడియట్. എന്തു പറ്റി സാർ? സാർ എന്തു പറ്റി? ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സാർ എന്തു പറ്റിയെന്ന് പറ. ఇంతవరకు కొట్టేసి സാർ ഞാനോ? వద్దు. സാർ സാർ ఇంతవరకు కొట్టేసి మళ్ళీ ఎవరు కొట్టి నేను అడుగుతావా? സാർ సార్ സാർ సార్ സാർ വരൂ സാർ. వద్దు. സാർ അയ്യോ, എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ, നീ ഇവിടെ പണിയെടുക്കാൻ വന്നാണോ അല്ലെങ്കിൽ റൗഡിസം ചെയ്യാൻ വന്നാണോ? കസ്റ്റമേഴ്സ് നമ്മുടെ ദൈവങ്ങളാണ്.
കസ്റ്റമേഴ്സ് ബിസിനസ്മാന്റെ ദൈവമാണ്. മനസ്സിലായില്ല നിനക്ക്? എന്തിനാ അയാൾ അങ്ങനെ തല്ലിയ നീ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. എന്തോന്നും ചെയ്തിട്ടില്ലെന്നാ? അത് നോക്ക്, അവരൊക്കെ ഇവിടെ തമാശ കളിക്കാൻ വന്നിരിക്കുന്നെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ചേട്ടന് വേണ്ടിയായി പണി നിനക്ക് തന്നെ. നിന്റെ പണി അത്ര ശരിയാവുന്നു തോന്നുന്നില്ലല്ലോ. സാർ അത് പോ ഇവിടുന്ന്, ഗെറ്റ് ലാസ്റ്റ്. പോ. നിന്റെ മുഖം എനിക്ക് കാണണ്ട. പോ. എടാ ഭ്രാന്താ, എന്തിനാടാ നടുക്കൊന്ന് നിൽക്കുന്നത്? മാറിയില്ലടാ പുല്ലേ. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടല്ലോ. ചാവേണ്ട സമയമായിട്ടില്ല. പോടാ വീട്ടില്. വഴിന്ന് മാറടാ, പോണ്ട സമയായി. പോടേ. എവിടെ നിന്നൊക്കെ നിന്നെ കെട്ടിയെടുക്കണേ? പോടാ. ഞാൻ പോകുവാണമ്മേ. സുജി, ഭക്ഷണം കഴിച്ചിട്ട് പോമോളെ. എനിക്ക് വേണ്ട അമ്മേ. അവൻ ഇനി ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടില്ല. അവനിപ്പോ മടി കൂടുതലാണ്. എനിക്ക് ഇന്ന് ഓഫീസിലേക്ക് പെട്ടെന്ന് ചെല്ലണം അമ്മേ. ശരി, സൂക്ഷിച്ചു പോണേ. അമ്മയെ ശ്രദ്ധിച്ചിരിക്കണേ. ബൈ. ദീപു, 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 എന്ത് പറ്റി ദീപു? എന്തൊരു ശരി, നീ എന്തിനാ അലർന്നേ? നോക്ക്. ഓ, പാറ്റെ കണ്ടിട്ടാണോ? ബാച്ചിലർ റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ബാത്റൂം മാത്രമല്ല, അണ്ടർവെയർ പോലും കോമൺ ആയിരിക്കും. ഞാൻ ഒരു പേടിത്തൊണ്ടനാ, നീ ഇപ്പൊ അതിന് മുകളിലായല്ലോ. നിനക്കൊരു കാര്യം അറിയാമോ സുജി? നാളെ നടക്കാൻ പോകുന്ന ഫംഗ്ഷനിൽ ഒരു ഫിലിം സ്റ്റാറിനെ പിക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. എന്റെ ബോസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്നെ വഴക്ക് പറയും, പക്ഷെ എന്നാലും നല്ല മനുഷ്യനാ. ശരിയല്ലേ? ഏയ്, നീ എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. വാ പോവാം. ഓ,
സാർ നിങ്ങൾ ശരിക്കും ഗ്രേറ്റ് ആണ്. പട്ടാപ്പകൽ പോലും സാറിന് പടം കാണുമ്പോൾ ഇത്രയും പേടി തോന്നുന്നു. സാർ നിങ്ങൾ റിയൽ സ്റ്റാർ തന്നെയാണ്. സൈലന്റ് മോഡിൽ പോലും എത്ര ഡിഫറെന്റ് ആയ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സാർ നിങ്ങൾ ശരിക്കും സൂപ്പർ തന്നെയാണ്. ഓ വൈബ്രേറ്റർ മോഡായിരുന്നോ? ആ പറയൂ മാഡം. ഹലോ ദീപു, എവിടെയാണ്? നിന്റെ സ്വരം എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്? എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം. അത്രേ ഉള്ളൂ. 2 minutes വിഷ്ണുമായ ക്ഷേത്രത്തിനടുത്ത് വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. ഓ ബോസ് വിളിക്കുന്നു. ആരാ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? എന്താ സുജി, നീ എന്തോന്നും മിണ്ടായിരിക്കുന്നേ? വലിയ ആലോചനയിലാണല്ലോ. അത് രാവിലെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നില്ലേ, അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെയാണോ? എനിക്കും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. 2-3 ദിവസമായിട്ട് എന്താ സംഭവിക്കുന്നത് അറിയില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. അതെ, നാളെ ഫംഗ്ഷൻ എവിടെയാണ്? അതിവിടെ തന്നെയാ, ബീദർ ഫോർട്ട്. ഫോർട്ടിലാണോ? എന്നാ ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. ഏയ്, അവിടെ വരുന്നേക്കാട്ടും നല്ലത് വീട്ടിലിരുന്ന് TV കാണുന്നതല്ലേ. പബ്ലിക്കിന്റെ തിരക്ക് ഭയങ്കരമായിരിക്കും, അതുകൊണ്ടാ. ദേ നോക്ക്, എന്നെ കൂട്ടിക്കൊണ്ട് പോകില്ലയോ? അല്ല എന്താ ഇത്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? വേണം കണ്ട എന്റെ കൂടെ പോരെ. ദീപു, ഈ ഹീറോസ് എല്ലാം അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ല. അതായത് കാണാൻ എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ എന്നെ പോലെ നല്ല സ്മാർട്ട് ആയിരിക്കും. അപ്പൊ ഹീറോയിൻസോ? ഹീറോയിനൊക്കെ അവരും നല്ല സ്മാർട്ട് ഒക്കെ തന്നെയാ. എന്നേക്കാൾ സുന്ദരിയായിരിക്കുമ്പോ കാണാൻ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഈ പെണ്ണുങ്ങളൊക്കെ പൂക്കളെ പോലെയാണ്. പൂന്തോട്ടത്തിലായാലും ഭംഗിയുണ്ടാവും, ക്ഷേത്രത്തിലായാലും ഭംഗിയുണ്ടാവും. എന്റെ സുന്ദരിയെ കണ്ടില്ലേ, സൂര്യ തേജസ്സോടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയല്ലേ. രാത്രിയായാൽ പൂർണ്ണ ചന്ദ്രനെ പോലായിരിക്കും. ആ നിലാവിൽ മയങ്ങി പതിയെ അടുത്തോട്ട്. വെറുതെ ഓരോന്ന് പറയല കേട്ടോ. വെറുതെ പറഞ്ഞല്ല മോളെ. ഐ ലവ് യു സുചി. ഐ ടു ലവ് യു ദീപു. ಈ ಕೋಟೆಯ ಆವರಣದಲ್ಲಿ ನೆಲೆಸಿರುವ ಬಂದಿರುವಂತಹ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಸುಸ್ವಾಗತ. ಕಮ್ಮಿ ರೊಕ್ಕದಾಗ ಹೆಚ್ಚಿಗೆ ಪಬ್ಲಿಕ್ ನೋಡೋದು ಇಡೀ ಕರ್ನಾಟಕದಾಗ ಯಾವ್ದಾರ ಒಂದು ದೊಡ್ಡ ಉತ್ಸವ ಅದ ಅಂದ್ರ ಅದು ಬೀದರ್ ಉತ್ಸವ. ಉಳ್ಳವರು ಶಿವಾಲಯ ಮಾಡುವರು, ನಾನೇನ ಮಾಡಲಯ್ಯ ಬಡವನಯ್ಯ. ನನ್ನ ಕಾಲೇ ಕಂಬ, ದೇಹವೇ ಬೇಗಿನ, ಶಿರಹೊನ್ನ ಕಳಸವಯ್ಯ ಕೂಡಲ ಸಂಗಮ ದೇವ. ಆ ವಚನ ಸಹಿತ ಎಂತ ಶಕ್ತಿ ಇತ್ತು.
ನನಗಿಂತ ಕಿರಿಯರಿಲ್ಲ. ಎಂತ ಗ್ರೇಟ್ ವರ್ಡ್. ನನಗಿಂತ ಚಿಕ್ಕವರೇ ಇಲ್ಲ. ಎಲ್ಲರೂ ಗ್ರೇಟ್ಸ್. ನೀವೆಲ್ಲರೂ ಗ್ರೇಟ್ಸ್. ಐ ಲೈಕ್ ಇಟ್. ಹೇ ಶಬರಿ ಮರ ಹಾಟ್ ಬೇಬಿ, ಮಾಟ್ ಬೇಬಿ, ಸ್ಲಿಮ್ ಬೇಬಿ. ಯು ಲೈಕ್ ದಿಸ್ ಇಂಗ್ಲಿಷ್ ಸ್ಟೈಲ್ ನಾ? You want this decent Indian boy to become English bad boy na? Very, very bad boy na? This is progress na? Hello, history repeats, you know na? I don't leave India na and Indira na. Okay na? Marina, Salina, Monona, Savannah. Okay, come on, pack up na. ಇಂಥ ಒಂದು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ಎಲ್ಲ ಬೀದರ್ ಜನತೆಗೆ ತುಂಬ ಧನ್ಯವಾದಗಳು. സുജി, ഭക്ഷണം എടുത്തു വെക്കട്ടെ മോളെ. ഞാൻ ഫംഗ്ഷനിൽ നിന്ന് കഴിച്ചു അമ്മേ. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചു. നീ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചു കിടക്ക്. ശരി അമ്മേ. തോന്നിയതായിരിക്കും. ഹലോ, എവിടെ? എപ്പോ? ഓക്കെ. ഇവൻ എന്തിനാ സൂയിസൈഡ് ചെയ്തേ?
എന്നെ ഫോൺ ചെയ്തവനെ വിളിച്ചോ? ആ സാറേ, വിളിച്ചിട്ടുണ്ട് സാറേ. വരാൻ പറ. അവൻ സാറേ വന്നു സാറേ. നമസ്കാരം സാറേ. ബോഡി പോസ്റ്റ്മോർട്ടമിന് അയച്ച് ശരി സാറേ. റിപ്പോർട്ട് സ്റ്റേഷനിലേക്ക് ശരി കൊണ്ടുവരാം. സാറേ. അവന്റെ ഫോൺ നമ്പറും വാങ്ങിച്ചോ? വാങ്ങിക്കാം സാറേ. ഇവനെ എൻക്വയറിക്ക് വിളിക്കണം കേട്ടോ. ശരി സാറേ. നമസ്കാരം സാർ. ന്യൂസ് കണ്ടോ ഇല്ലേ നീ? അതൊക്കെ കണ്ടോണ്ടായിരിക്കുന്നേ. ഇത്രയും നിസ്സാരായ കാര്യത്തിനൊക്കെ എന്തിനു വേണ്ടിയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം ആ ജോലി നോക്കി, ഹലോ റഫീഖ്. പിന്നെ ഈ ജോലി നോക്കാം. ഫോൺ വെക്കട്ടെ. ഖുദാഫീസ്. ഹലോ റഫീഖ്. റഫീഖ് അവ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത്? രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി നിന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്റെ വീടിനടുത്ത് ഉദയൻ എന്ന് പറഞ്ഞൊരുത്തൻ താമസിച്ചിരുന്നില്ലേ, അവൻ ഇന്നലെ രാത്രി കെട്ടിത്തൂങ്ങി ചത്തു. നേരം വെളുത്തപ്പോ പോലീസായി, ആൾക്കൂട്ടമായി. അതായിരുന്നു കാര്യം. ഓ, അതായിരുന്നോ? അവൻ ചെറിയ പയ്യനല്ലേ, അവൻ എന്തിനാണ് സൂയിസൈഡ് ചെയ്തത്? അതേപ്പറ്റി എനിക്കും അറിയില്ല. പക്ഷെ അവൻ എന്നെ കാണുമ്പോ എപ്പോഴും കാഷ്വൽ ആയിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. അതെയോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അതുവിടെ അവരവരുടെ പ്രശ്നം അവരവർക്കല്ലേ അറിയത്തുള്ളൂ. ശരിയല്ലേ സുജി? ഇവിടെ പോയി സുജി? 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 ഇവിടുന്ന് എങ്ങോട്ടായി പോയത്? എടാ സയ്യദേ, എടാ മുഹമ്മദേ, എല്ലാരും എവിടെയാടാ? ഒന്ന് വേഗം വരിക. എടാ എടാ വാടാ വാടാ വാടാ. എടാ അവനെ പിടിക്കടാ. എടാ ഇല്ല ഇല്ല ഇല്ല.
നിനക്ക് തലക്കകത്ത് ബുദ്ധിയില്ലേ? നീ ആരോടെ വഴക്കിട്ടതെന്ന് നിനക്കറിയാമോ? എന്തു പറ്റി സുജി? അയാൾ എത്ര പവർഫുൾ ആണ്, എത്ര വലിയ ആളാണെന്ന് അറിയാമോ? അയാളൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഞൊടിക്കുന്ന നേരം മതി നമ്മളെല്ലാം തീർക്കാൻ. അങ്ങനെയുള്ള ആള് അയാളുടെ ഏരിയയിൽ പോയി അടിച്ചേക്കുന്നു. അയ്യോ, ഞാൻ റിക്വസ്റ്റ് ചെയ്തോണ്ട് അയാൾ നിന്നെ വെറുതെ വിട്ട, ഇല്ലെങ്കിൽ തീർന്ന്. അത് ശരി, പെട്ടെന്ന് നിനക്ക് എങ്ങനെ അത്രയും ദേഷ്യം വന്നത്? എന്താണ് പറ്റിയത് നിനക്ക്? എന്തിനങ്ങനെ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല സുജി. നീ എന്താ പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല. എങ്ങനെ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു എല്ലാം ചെയ്തിട്ട്? ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അവിടെ എന്താ സംഭവിച്ചതെന്ന് മര്യാദയ്ക്ക് പറ. അതല്ല ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. അതെടി, എനിക്കൊന്നും മനസ്സിലാവില്ല. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അടിയുണ്ടാക്കിയിട്ട് വരും, നീ ഇങ്ങനെ കുത്തിയിരുന്ന് ഉപദേശിക്കും. നിനക്ക് പ്രാന്തല്ലേ? യെസ്, കറക്റ്റ്. എനിക്ക് ഭ്രാന്താണ്. അമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്കിപ്പോ അറിയാം ഇവൻ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന്. വാ. എടി സുജി, ബീങ് എ സൈക്യാട്രിസ്റ്റ്, ഇപ്പൊ എടുത്ത ടെസ്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. ഇയാളുടെ മൈൻഡ് ബാലൻസ്, IQ, തിങ്കിങ് കപ്പാസിറ്റി എല്ലാം ഇപ്പൊ നോർമലാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കിപ്പോ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഞാൻ കാണുന്നില്ല. അല്ല ഡോക്ടർ, അത് നത്തിങ് ടു വറി. ഹീസ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങൾക്ക് പോകാം. ഇനി എത്ര ദിവസത്തേക്ക് അങ്ങനെ ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കുക? എത്രയും വേഗം ആ സ്ഥലം കണ്ടുപിടിക്കണം. ജോലി പെട്ടെന്ന് തീരിട്ട്. ദീപു, ഞാൻ പറയുന്നത് കേക്ക്. ഇവനെ ഏത് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോയാലും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവനെ എവിടേക്കാ കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയണ വെച്ച് നോക്കിയാ ഇയാൾക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ 6 നാളായിട്ട് സംഭവിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഞങ്ങളെ 6 ദിവസമായി വെറുതെ ആയിട്ട് കളിപ്പിച്ചോണ്ടിരിക്കല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്? നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? അത് തന്നെ. എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാ കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് ഇവന്റെ പുറകിൽ ഒരു ആത്മാവ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ പ്രശ്നത്തിന് എല്ലാം കാരണം. ഇതൊന്നും എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഇതിന്നൊക്കെ പുറത്തു വരണമെങ്കിൽ ഇതെന്തിനിവിടെ വന്നു, അല്ലെങ്കിൽ ഇതെന്തിനാ ഇതൊക്കെ ചെയ്യണേ എന്നുള്ള കാര്യം ആരും കൊണ്ടും പറയാൻ സാധിക്കില്ല കേട്ടോ. എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാരണം എന്ത്? ഇതിലേ പോയ ഇതിലേ കൂടി ഇത് വഴി ഇവിടെ നിന്ന് മാത്രമല്ല, വേറെ നിങ്ങൾ എവിടെ പോയാലും ഈ കാര്യം മാത്രം ആരെയും കൊണ്ടും പറയാൻ സാധിക്കില്ല. Yes! Yes! This is the place that we were searching for all these days. Finally we got it! കഴിഞ്ഞ 6 ദിവസങ്ങളായി എവിടെയോ തിരക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ ഇന്നാണ് കണ്ടെത്തിയത്. ഇൻഷാ അല്ലാഹ് പണ്ഡിതരെ, നിങ്ങൾ സാധിച്ചു. കാരണം ഇത് ആശകളൊക്കെ നിറവേറാൻ കഴിയാത്ത ഒരു ക്രൂരനായ ആത്മാവാണ്. അത് വിചാരിച്ച കാര്യം നടത്താതെ ഈ ശരീരം വിട്ട് പുറത്തു പോകുന്ന യാതൊരു ലക്ഷണവും കാണില്ല. പതിമൂന്ന് ദിവസം അത് ഇവന്റെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയുണ്ടാവും. പക്ഷേ അതില് ഒന്ന് മാത്രമേ സാധ്യമുള്ളൂ. അതിന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ. 7 ദിവസം? റഫീഖ്, ഷഫി, മുരളി, ഇന്ന് മുതൽ തുടങ്ങി ശരിക്കും 7 ദിവസങ്ങൾ കഴിഞ്ഞ്
നമ്മൾ എടുത്ത ഈ പ്രോജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്താകണം. തീർച്ചയായും സാർ. അതെ, പക്ഷേ ഈ 7 നാളുകളിൽ ഇവൻ ആപത്തുണ്ടാവാൻ സാധ്യതകളുണ്ട്. 8ാമത്തെ ദിവസം നീയും ഞാനും നമ്മുടെ കുടുംബം മുഴുവനും സന്തോഷിച്ച് ജീവിക്കാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷേ ഈ 7 ദിവസങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇന്ന് തൊട്ട് ഈ പയ്യനെ 7 ദിവസത്തേക്ക് നിങ്ങള് വളരെ ശ്രദ്ധയോടെ വേണം കൊണ്ടു നടക്കാൻ. ഈ 21ാം നൂറ്റാണ്ടിലും നീ വല്ലവരും പറയുന്നത് കേട്ടിട്ട് 6 ദിവസം കഴിഞ്ഞു, ഇനി 7 ദിവസം കൂടിയുണ്ട്, മൊത്തത്തിൽ 13 ദിവസം എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ചോണ്ടിരിക്കേണ്ട സുജി. നിനക്കെന്താ പെണ്ണെ, തലയ്ക്ക് സുഖമില്ലേ? മാർക്കറ്റിൽ അവൻ ചെയ്ത കാര്യം എന്നെ കൺമുമ്പിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. അന്നൊരു ദിവസം ഹൈദരാബാദ് ഡെലിഗേറ്റിനെ ഇവൻ അടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. മാത്രമല്ല ബോസിനെയും ഞാനാണ് കൺവിൻസ് ചെയ്തത്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് നോക്കു സുജി, ഇതൊക്കെ ഒരുതരം സൈക്കിക് വൈബ്രേഷൻ ആണ്. ഇതിനൊക്കെ പോയി ആരെങ്കിലും വിഷമിച്ചോണ്ടിരിക്കയോ? സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോലും കൺസൾട്ട് ചെയ്തു ഞാൻ. എല്ലാം നോർമൽ ആണെന്നാ പറയുന്നത്. ഈ പ്രേമിക്കുന്ന സമയത്ത് ആണുങ്ങളെ ലവേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിലുണ്ടാവുന്നൊക്കെ വീമ്പിളക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്റെ ലവറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിനൊക്കെ പോയി നീ ഇങ്ങനെ ഇത്രയും വിവരം ഉണ്ടായിട്ടും നീ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. ദൈവം എന്ന പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുമ്പോ ചെകുത്താൻ എന്ന നെഗറ്റീവ് എനർജിയിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? എനിക്ക് ഭയങ്കര പേടിയുണ്ട് ജ്യോതി, അവനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. റിലാക്സ് സുജി, നീ പറഞ്ഞ പോലെ പ്രോബ്ലം, പവർ എന്താണെങ്കിലും ശരി, തീർച്ചയായും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു 4-5 ദിവസം ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോയിട്ട് വാ. ഈ പരിസരത്തുനിന്നൊന്നും മാറി നിന്നാൽ തന്നെ നിന്റെ ഈ ഡിപ്രഷനൊക്കെ മാറിക്കിട്ടും. അവിടെ ഇതുപോലെ നടന്ന ഞാൻ എന്ത് ചെയ്യും? അതും ഒരു വകയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. നീ ഒരു കാര്യം ചെയ്യേ, വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് പകരം എന്റെ ഒരു അങ്കിളിന് ആയുർവേദിക് സെന്റർ ഉണ്ട്. അവിടേക്കാവുമ്പോ അവന് വേണമെങ്കിൽ ട്രീറ്റ്മെന്റും നോക്കാം, നിങ്ങൾക്ക് പരിസരം ഒന്ന് മാറി നിന്ന പോലെ ആവും. നിനക്ക് സമ്മതാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് എല്ലാം റെഡിയാക്കാം. ശരി. കമോൺ സുജി, ഒക്കെ ശരിയാവും. വാ പോവാ. നീയായിരുന്നോ? എന്താ പറ്റിയ ദീപു? എന്തിനാ ഇത്രയും ടെൻഷൻ? അത് സുജി, ഇപ്പൊ ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും എനിക്ക് ഡോർ തുറക്കാൻ പേടിയാവുന്നു. വളരെ വിചിത്രമായ ശബ്ദങ്ങളൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഭ്രാന്തനായി മാറിപ്പോകും. പ്ലീസ് പ്ലീസ്, നീ എന്നെ രക്ഷിക്കൂ സുജി. ഹേയ്, ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ഇരിക്കുമ്പോ നിനക്ക് ഒരാപത്തും വരില്ല. ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. ഐ ലവ് യു സുജി, ഐ ലവ് യു. ലവ് യു ടു.
ദീപു. നമസ്കാരം ഗുരുജി. നമസ്കാരം ദീപു മോനെ. നിനക്ക് രാത്രിയിൽ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ടോ? ആ സ്വപ്നത്തിൽ ആരെങ്കിലും വന്ന് നിന്നെ വിളിക്കുന്നത് പോലെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം പകൽ ഞാൻ കണ്ണു തുറന്നിരിക്കുന്ന സമയത്താണ് നടക്കുന്നത്. ഓഹോ. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും ആരോ എന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അങ്ങനെ ചുറ്റും എല്ലായിടത്തു നിന്നുകൊണ്ടും അവന്റെ അടുത്തേക്ക് എന്നെ വിളിക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എനിക്ക് ആരുമില്ല സാർ. ഞാനൊരു അനാഥനാണ്. ഐ ആം സോറി. പക്ഷെ ഒരാളുണ്ട് സാർ, എന്റെ കെയർ ടേക്കർ, എന്റെ ചേട്ടൻ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പക്ഷെ അവൻ 10 ദിവസം മുമ്പ് ട്രാവലിംഗ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോയിരിക്കുക. ഓക്കെ ഫൈൻ. നിനക്ക് ദൈവം, പ്രേതം, ആത്മാവ്, മുൻജന്മം ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? സാർ അത് ശരി, വാ പോകാം. ശ്ലോകം കേൾക്കുന്നുണ്ടോ? ആ സാർ, കേൾക്കുന്നുണ്ട്. അത് തിരിച്ചു പറ. വീണ്ടും 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 പറ. ഓക്കെ സാർ. അത് പറയുമ്പോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇന്നലെ എന്താ സംഭവിച്ച, ദിവസം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ആലോചിച്ച് 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 നോക്ക്. ആലോചിച്ചുകൊണ്ടേയിരിക്കേ, ആലോചിക്കേ. ബീദർ നവാബിന്റെ പണി വളരെ നന്നായിരിക്കുന്നു. എല്ലാം അവിടെ നിന്നുള്ള അനുഗ്രഹമാണേ. ഗുൽബർഗ എന്നുള്ള നാട്ടിൽ തുടങ്ങി ബീദാപൂർ വരെ നമ്മുടെ ഭരണമാണ് നടക്കുന്നത്. പക്ഷേ വെറും ഈ ബീദർ. താങ്കൾ ഞങ്ങളുടെ മൂത്ത സഹോദരനായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടിമയാകണമെന്നില്ല. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, അടിമകളല്ല തന്നെ. മതി, സംസാരം നിർത്തിക്കോ. ഇതിനുമപ്പുറം ഒരു വാക്ക് കേൾക്കാൻ മഹാരാജാവ് ആഗ്രഹിക്കുന്നില്ല. ഇടയിൽ കയറിയാൻ എന്നോട് ക്ഷമിക്കണം പ്രഭു. ബീദർ മഹാരാജാവിന്റെ അഭിമാനം. ഈ ഭാഗത്തേക്ക് ആരെങ്കിലും കണ്ണുവെച്ചാൽ ആ കണ്ണ് ചൂഴ്ന്നെടുക്കും. കോട്ട മഹാരാജാവിന്റെ ജീവനാണ്. ഹൈദരാബാദിന്റെ രാജാവും ബീദറിന്റെ രാജാവും ബന്ധുക്കൾ തന്നെയാണ്. പക്ഷേ രാജ്യങ്ങൾ വേണമെന്ന മോഹത്തിൽ 2 പേര് തമ്മിലും ശത്രുതയുണ്ടായി. അവരെ മത്സരന്മാരാക്കി തീർത്തു. കേവലം ഒരു സേനാധിപതി തന്നെ എതിർത്ത് സംസാരിച്ചതിൽ ദേഷ്യം വന്ന ഹൈദരാബാദ് രാജാവ്
അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. സേനാധിപതിയുടെ നീക്കങ്ങൾ ബിദാർ രാജാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. പക്ഷേ ഈ അനിയൻ ചേട്ടന്മാർ രണ്ടുപേരും, ഒരു സൈഡ് അവരുടെ ബന്ധം, മറ്റൊരു സൈഡ് അവരുടെ രാജ്യം, ഈ രണ്ടിനിടയിൽ ഏതാണ് തീരുമാനിക്കേണ്ടതെന്ന് ായിട്ടല്ല, ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, സുൽത്താനെ തീർക്കുന്നത്. ഹൈദരാബാദ് രാജാവ് തനിക്കുണ്ടായ അപമാനത്തിനെ നീക്കാൻ അവരെ പഴി തീർക്കാൻ തീരുമാനിച്ചു. അതുമാത്രമല്ലാതെ ബീദറിനെയും കൈയടക്കണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള വഴി ആലോചിക്കുകയായിരുന്നു. മറ്റൊരു സൈഡിൽ ബീദർ രാജാവ് ഔറംഗാബാദ് പോകുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് പ്രേമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് 7 ഭാര്യമാരെ ഉണ്ടായിട്ടും അവളെ തനിക്ക് സ്വന്തമാക്കി തരണമെന്ന് അവളുടെ മാതാപിതാവിനെ കൽപ്പിച്ചു. ആ പെൺകുട്ടി എന്റെ ഭാര്യയാകണം. രാജാവിന്റെ കൽപ്പന തള്ളിക്കളയാൻ പറ്റാതെ ആ പെണ്ണിനെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. പോകാൻ മനസ്സില്ലാതെ ആ സുന്ദരി പെണ്ണ് രാജാവിന്റെ കൂടെ ബീദറിലേക്ക് പോയി. ഈ പുതിയ ജോഡിയെ ബീദർ ജനങ്ങൾ സന്തോഷത്തോടെ അഗ്നി മെതിച്ച് നടക്കേണ്ട ഈ പാദങ്ങൾ ഇന്ന് മെത്തയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം എവിടേക്കാണ് മാഞ്ഞു മറിഞ്ഞിരിക്കുന്ന പ്രിയേ? മഹാരാജാവേ, അങ്ങയോട് മറച്ചു വെക്കാൻ എന്താ ഉള്ളത്? ഞാൻ എന്താണ് ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്നാൽ ഞാൻ എന്തിന് പേരില്ലാത്ത പത്നിയാകണം, അല്ലെങ്കിൽ 8ാമത് പത്നിയാകണം? ഞാൻ എൻ്റെ മനസ്സിലെ നല്ല സംരക്ഷണം നൽകുന്ന വിശാല മനസ്സുള്ള ഒരാളാണ് ആഗ്രഹിച്ചത്. മതി, എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾ എൻ്റെ ഭാര്യയാണ്, പക്ഷേ അതിനു മുമ്പ് ഈ നാടിന്റെ മഹാറാണിയാണ്. എല്ലാവരോടും പിടിവാശി കാണിക്കുന്നത് ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം ആരെ കൊണ്ടും തടയാനാവില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടിയത്? ഞാൻ എങ്ങനെയാ നിങ്ങളോട് അങ്ങനെ ഒരു പിടിവാശി കാണിക്കുക?
പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എപ്പോൾ എന്നെ പൂർണ്ണമായി സ്വീകരിക്കുന്നുവോ അപ്പോഴേ ഞാൻ വരുള്ളൂ. നവാബിന്റെ അടുത്ത് നിന്ന് ഒരു കത്തുണ്ടായിരുന്നു. ബീദർ നവാബിന്റെ അടുത്ത് വന്ന് എത്തി. ആ കത്തിലുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാ, ഈ കത്ത് കിട്ടി 15 ദിവസത്തിനുള്ളിൽ നീ എന്നെ വന്ന് കാണണമെന്നായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണമെന്ന്. ചേട്ടനായതുകൊണ്ട് എനിക്ക് കൈകെട്ടി നിൽക്കാനേ സാധിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളും യുദ്ധത്തിന് തയ്യാറായനെ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും യുദ്ധത്തിനെ നിർത്താൻ ഹൈദരാബാദ് പോകാൻ തീരുമാനിച്ചു രാജാവ്. ആ സമയത്ത് ഔറംഗാബാദിൽ പുതിയതായിട്ട് വന്ന റാണിയുടെ അച്ഛന് അസുഖമാണെന്നും അവളെ അവസാനമായി അദ്ദേഹം കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും ഇന്നൊരു കത്തും വന്നിരുന്നു. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന് രാജാവ്. അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. വിശ്വാസമുള്ള സേനാധിപതിയോട് സഹായം ചോദിച്ചു. റാണിയെ ഔറംഗാബാദിലേക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കൽപ്പിച്ചു. ഭഗവാനെ, നീ എന്നെ ഇതുപോലൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചല്ലോ. രാജാവിനോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയും? അദ്ദേഹം ഇഷ്ടപ്പെടുന്ന സുന്ദരി എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. മഹാരാജാവിന് എൻ്റെ മേലുള്ള വിശ്വാസം ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുക? അദ്ദേഹത്തിന്റെ ഈ ആജ്ഞയെ ഞാൻ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത്? അതെ, ആ സേനാധിപതി ഒരു കത്തും ഒരു പെട്ടി അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ അടുത്ത് കൊടുത്തു. ചിലപ്പോ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കത്തും ഈ പെട്ടിയും രാജാവിന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ റാണിയും കൊണ്ട് ഔറംഗാബാദിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ, എത്ര നാൾ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്റെ കിടക്കയിൽ നിനക്കൊരു പങ്കുണ്ട്. എനിക്കറിയാം. നീ എന്നെ സ്വീകരിക്കൂ. മഹാരാജാവിനെ ഞാൻ വഞ്ചിക്കണം? ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് സത്യം ചെയ്യാം, നമ്മുടെ ഈ ബന്ധം ഈ രാജ്യത്തുള്ളവർ ആരും അറിയാൻ പോകുന്നില്ല. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാണ്. ദൈവത്തിനാണെങ്കിൽ പോലും ഇതുപോലൊരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാനും കാണിച്ചു തരാം. എന്നെ നീ ഒഴിവാക്കിയിട്ട് മഹാരാജാവിന്റെ കൂടെ നീ എങ്ങനെ വിശ്വസ്തനായിരിക്കുന്നെന്ന്. ആ റാണി സേനാധിപതിയെ തന്റെ ആഗ്രഹത്തിന് വണങ്ങാൻ നിർബന്ധിച്ചു. സേനാധിപതി അതിന് വണങ്ങാത്തത് കൊണ്ട് സേനാധിപതി തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നു എന്ന് രാജാവിനോട് പറഞ്ഞു. ഈ കാര്യം അറിഞ്ഞ രാജാവ് സേനാധിപതിയോട് ഒന്നും ചോദിക്കാതെ തന്നെ വഞ്ചകനെന്ന് തീരുമാനിച്ച് അവനെ കഴുമരത്തിൽ കയറ്റാൻ ആജ്ഞാപിച്ചു. ഇത് കേട്ട സേനാധിപതിയുടെ സുഹൃത്ത് രാജാവിൻ്റെ അടുത്ത് പോയി സേനാധിപതി തന്ന കത്തും പെട്ടിയും കൊടുത്തു. എന്റെ പ്രഭു, അങ്ങനോട് ക്ഷമിക്കണം. 100 പേരോട് യുദ്ധം ചെയ്യണമെന്ന് അങ്ങനോട് കൽപ്പിച്ചാൽ മാത്രം മതി. അത് ഞാൻ സന്തോഷത്തോടെ തന്നെ ചെയ്യും. എന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ അവരെ തോൽപ്പിച്ചിരിക്കും. അങ്ങനെ ഒരു ജോലിയായിരുന്നു അങ്ങനെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങയുടെ പേര് പെരുമയായി കണ്ട് ഞാൻ ധീര മരണമടഞ്ഞേനെ. പക്ഷേ അങ്ങയുടെ മനസ്സ് കവർന്ന സുന്ദരിയെ എന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു. ആ സുന്ദരി ആദ്യ നാൾ മുതൽ അങ്ങേക്കാളും അധികം എന്നെയായിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഔറംഗാബാദിന് പോയ ആ 3 ദിവസത്തെ യാത്രയിൽ യൗവനത്തിന്റെ തിളപ്പിൽ അങ്ങേക്ക് ഞാൻ ദ്രോഹം ചെയ്തിരുന്നെങ്കിൽ ആ പേരുദോഷം ഒരിക്കലും എന്നെ വിട്ടു പോകില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പൗരുഷം ഇവിടെ ഛേദിക്കുന്നു.
അയ്യോ പടച്ചവരെ, ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്. രാജാവിന്റെ വിശ്വാസത്തിന് കളങ്കമുണ്ടാകാതിരിക്കാൻ രാജവൈദ്യശാലയ്ക്ക് പോയി തന്റെ ആണത്വത്തിനെ നഷ്ടപ്പെടുത്തി തന്റെ പുരുഷത്വം കളഞ്ഞു. ത്തിലുണ്ടായിരുന്ന ആ വാക്യം പഠിച്ചതിന് ശേഷം റാണിയുടെ അടുത്ത് ദേഷ്യം വന്ന രാജാവ് റാണിയെ കഴിവരുത്ത് കയറ്റാൻ ആജ്ഞാപിച്ചു. പക്ഷേ റാണിയുടെ മരണത്തിൽ നവാബിന് തൃപ്തി വന്നില്ല. കേവലം ഒരു പെണ്ണിനു വേണ്ടി നല്ലൊരു സേനാധിപതിയെ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നു. മറുജന്മം എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ആ ജന്മത്തിൽ എൻ്റെ ജീവിതം മുഴുവനും നിന്നെ രക്ഷിക്കാൻ എൻ്റെ ജീവിതം ഞാൻ നൽകുമെന്ന് സൂര്യാസ്തമനത്തിൽ ശപഥമേറ്റു. ഈ എല്ലാ കാര്യങ്ങൾക്കും കാരണം ഹൈദരാബാദ് രാജാവാണ്. ഔറംഗാബാദിൽ ഒരു സുന്ദരി പെണ്ണിനെ കിട്ടി. നിന്റെ മനസ്സിന്റെ വൃത്തികെട്ട വിചാരങ്ങൾ നിന്നെ ഇല്ലാതെ തന്നെ ആക്കി. നിന്റെ കൈകൊണ്ട് തന്നെ അവളെ തൂക്കിക്കൊല്ലാൻ വിധിപ്പിച്ചു. അന്ന് അവന്റെ ശബ്ദം ബീദർ മുഴുവനും കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് എന്റെ ചിരിയുടെ ശബ്ദം ഈ ബീദർ മുഴുവനും കേൾക്കുന്നു. ആ സേനാധിപതി വേറെ ആരുമല്ല, നീ തന്നെയാണ്. ദീപു, അതിശയം തോന്നുന്നുണ്ടോ? ഓബ്വിയസ്ലി അതിശയം തോന്നണമല്ലോ. കാരണം ഇറ്റ് ഈസ് എ ഫാക്ട്. നിന്റെ പൂർവജന്മ കഥ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ആലോചിക്കുകയാണോ? ദാറ്റ് ഈസ് ആയുർവേദ. ഇത് സാധാരണ കാര്യമല്ല. പുരാണ കാലത്തിൽ കണ്ടുപിടിച്ച പവിത്രമായ വിജ്ഞാനം. നീ എന്നെ കണ്ടതിന് ശേഷം നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അനലൈസ് ചെയ്തിരുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 10 ദിവസങ്ങളായി ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഒരു ശുദ്ധമായ ആത്മാവ് നിന്റെ പുറകെ കറങ്ങുകയായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയപ്പോ ആ ആത്മാവിന്റെ കൂടെ ഞാൻ കോർഡിനേറ്റ് ചെയ്യുകയായിരുന്നു. യെസ്, ഐ സക്സീഡഡ്. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ പുറകെ കറങ്ങുന്ന ആ ആത്മാവ് ആ രാജാവിൻ്റെതാണ്. തൻ്റെ അടുത്ത് വിശ്വസ്തനായ നിന്നെ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നതിന്റെ കാരണം വളരെ വളരെ വിഷമിച്ച് അവസാനം ഈ ജന്മത്തിൽ നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. ആ പവിത്രമായ ആത്മാവാണ് നിന്നെ ഇന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ പിന്തുടരാൻ കാരണം നിന്നെ കൊല്ലാനല്ല, നിന്നെ പേടിപ്പിക്കാനും അല്ല, നിന്റെ ജീവിതത്തിനെ രക്ഷിക്കാനാണ്. അതിന് 13 ദിവസങ്ങൾ ആവശ്യപ്പെട്ടു. അതിൽ 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 ദിവസങ്ങൾ, വെറും 3 ദിവസങ്ങൾ മാത്രം. ഈ 3 ദിവസങ്ങളിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കണമെന്ന് ആ ആത്മാവ് ശ്രമിക്കുന്നുണ്ട്. ആരാ നിന്നെ അപകടപ്പെടുത്താൻ പോകുന്നത്, എങ്ങനെയാ നീ അതിനെ രക്ഷിക്കാൻ പോകുന്നത്, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ആത്മാവ് നിന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ കണ്ട് നീ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സമാധാനിച്ചിരിക്കുക. അത് ദുഷ്ട ആത്മാവാണെങ്കിൽ അതിന്റെ ദുർസ്വഭാവം നിന്നോട് കാണിച്ചേനെ. പക്ഷെ അതോ നിന്നെ ആക്രമിക്കാൻ വരുന്നവരൊക്കെ അതിനാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതൊരു ശുദ്ധമായ ആത്മാവാണ്, നത്തിങ് ബട്ട് പരമാത്മാവ്. അതാർക്കും ദുഷ്ടത ചെയ്യത്തില്ല. എല്ലാവർക്കും എപ്പോഴും നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ അത് നേരിട്ട് ജനങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല. നോർമൽ ജനങ്ങളെ കൊണ്ട് അത് സെൻസും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യന്മാരുടെ ഐക്യു വളരെ കുറവാണ് കമ്പയർ ടു പ്യൂർ സോൾ. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. 3 7 7 5. ശരി.
ഇന്ന് തൊട്ട് 3-ാമത്തെ ദിവസം പൂശ നക്ഷത്രത്തിൽ 7 മണിക്ക് ആ ആത്മാവ് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിന് 13 നിമിഷം അവകാശമുണ്ട്. നിനക്ക് വരാൻ പോണ ആപത്ത് ആ സമയമാണെങ്കിൽ തീർച്ചയായും ആത്മാവ് നിന്നെ രക്ഷിച്ചിരിക്കും, തീർച്ചയായും. പക്ഷെ നീ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല. നോക്ക്, ധൈര്യമായിട്ടിരിക്കെ, ധൈര്യമായിട്ട് എതിർത്ത് നിൽക്ക്. അത് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കേ. അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കമോൺ ബ്രേവ് ബോയ്, കമോൺ. സുജി, എന്താ അമ്മേ? ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്? അമ്മേ, പേടിക്കാൻ ഒന്നുമില്ല. ഇനി 3 ദിവസം കൂടി സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അവര് പറഞ്ഞ ഒന്നും മനസ്സിലാവാത്ത കാരണം ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ആരെന്തു പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ രണ്ടുപേളെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത്രയും മതി. നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടുകൂടി എന്റെ കടമകളും തീരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണം. വീണ്ടും ആരംഭിച്ചല്ലോ. എന്താടി പെറുപെറുക്കുന്ന? ഒന്നുമില്ല, പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്നാ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നിശ്ചയെങ്കിലും നടത്താം. സിമ്പിൾ ആയിട്ട് എവിടെങ്കിലും വെച്ചൊരു ഫംഗ്ഷൻ. നീ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ജോത്സ്യനെ പോയി കണ്ടു. നാളെ തന്നെ ഒരു നല്ല മുഹൂർത്തം ഉണ്ട് അത്രേ. അന്ന് തന്നെ വെക്കാൻ നിശ്ചയം. നാളെയോ? എന്തിനമ്മ ഇത്രയും തിടുക്കം? ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടാ മതി. നീ പറയുന്നത് കേട്ടാ ഞാൻ ഇങ്ങനെയായേ. നാളെ കഴിഞ്ഞാ പിന്നെ 3 മാസത്തേക്ക് നല്ല ദിവസങ്ങളൊന്നും ഇല്ലാത്രേ. അതുമാത്രമല്ല, നിശ്ചയം കഴിയുന്നതോടുകൂടി ഇവന്റെ അസുഖം ഭേദാവുന്ന ജോത്സ്യൻ പറഞ്ഞത്. എന്നാ എടുക്ക്. വേണ്ടമ്മേ. നീ എന്തു പറഞ്ഞാലും വേണ്ടില്ല, നാളെ നിശ്ചയം നടന്നേ തീരൂ, അത്ര തന്നെ. നിനക്ക് എന്താ പറയാനുള്ളത് ദീപു മോനെ? അന്ന് നമ്മൾ കണ്ട കാഴ്ച അവൻ തൂങ്ങിക്കിടക്കുന്നതായിട്ടല്ലേ? ഇന്ന് റിപ്പോർട്ട് എന്താ പറയണമെന്ന് വെച്ചാ, ഇവൻ തൂങ്ങി മരിച്ചതല്ല, സിറിഞ്ച് വഴി എയർ ഇഞ്ചക്റ്റ് ആയി അത് ഹാർട്ടിൽ പോയി ബ്ലോക്ക് ആയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് ഡ്യൂ ടു സർവേ കംപ്രഷൻ. ഈ റിപ്പോർട്ട് തന്ന ഡോക്ടർ വളരെ ഇന്റലിജന്റ് ആണ്. പക്ഷേ ആ മർഡറർ അയാളെക്കാളും ഭയങ്കര ഇന്റലിജന്റാ. ആട്ടെ, നമ്മളന്ന് ആ സ്പോട്ടിൽ കളക്ട് ചെയ്ത എവിഡൻസ് ഒക്കെ കയ്യിലില്ലേ? നിങ്ങളുടെ കയ്യിലില്ലേ? എവിടെയാ അത്? ഗുഡ്. ഭവാനി ട്രാവൽ ഏജൻസീസ്. നിങ്ങൾ പറയുന്ന പോലെ പ്രദീപ് ഉദയ എന്നുള്ള പേരിൽ ആരും ഇവിടെ പണിയെടുത്തിട്ടില്ല സാറേ. പക്ഷേ ഈ ID കാർഡിലുള്ള പേര്, അഡ്രസ്, ഫോൺ നമ്പറൊക്കെ ഈ സ്ഥലത്താണല്ലോ കാണിക്കുന്നത്. അതെ സാറേ. ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. വരൂ. ശരി സാറേ. എന്താ നാഗൂരെ, ഇവരൊക്കെ നിങ്ങളുടെ സ്റ്റാഫാണോ? അതെ സാർ, നമ്മുടെ സ്റ്റാഫാ. ഇനി 6 പേര് കൂടെ ഉണ്ട് സാറേ. അവരൊക്കെ ടൂറിസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുക. വന്ന ഉടനെ അവരെ എൻക്വയറിക്ക് ഞാൻ തന്നെ അയക്കാം സാറേ. ഹേയ്, അതെല്ലാം വേണ്ട. ഇനി വീണ്ടും എനിക്ക് ഒരു പ്രാവശ്യം കൂടെ വരേണ്ടി വരും. അപ്പൊ നോക്കാന്നേ. ശരി സാറേ. അപ്പൊ ഓക്കെ, വരട്ടെ. പോണെങ്കിൽ വരാം സാറേ. മിസ്റ്റർ നാഗോറെ. യെസ് സർ. ഇതൊരു മർഡർ കേസ് ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ നമ്മുടെ സ്റ്റാഫ് ആകട്ടെ, ഡ്രൈവർ ആകട്ടെ, എന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങും പോണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. ശരി സാറേ, പറയാം സാറേ. ശരി. നാഗോറെ, ഇവർ രണ്ടുപേരും ആരാ? ഇവർ രണ്ടുപേരും നമ്മുടെ സ്റ്റാഫാ സാറേ. ഇത് റിസപ്ഷനിസ്റ്റ് സുചിത്ര, ഇയാളുടെ ഡ്രൈവർ ദീപു. ഓ, നമസ്കാരം സർ. ഇതെന്താ ഇത്? ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് സർ. സോ എല്ലാരെയും ക്ഷണിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നത്. മധുരം എടുത്തോളൂ സർ. നോ താങ്ക് യു. ഫസ്റ്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ വരാത്തവർക്ക് എന്തിനാ കൊടുക്കുന്നത്? എനിഹൗ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കേ. താങ്ക് യു സർ. സർ, വൈകുന്നേരത്തെ ഫംഗ്ഷന് സാറും വരണം. ഇന്ന് മാത്രമല്ല, ഇനി മുതൽ എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, ബൈ. സാറേ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ സാറേ. കൊല നടന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയ ID കാർഡ് ഈ ഓഫീസടുത്ത് തന്നെയാണെന്ന് നമുക്ക് കൺഫേം ആയല്ലേ? നിങ്ങളെ സ്റ്റൈലിലെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് തെളിയാൻ പോണ്. അതെന്താ നിങ്ങൾ ചെയ്യാത്തെന്ന് എനിക്കൊരു പിടിയില്ല. അത് നിങ്ങൾക്ക് പിടികിട്ടിയാലേ എന്റെ സ്ഥാനത്ത് നിങ്ങളും നിങ്ങളുടെ സ്ഥാനത്ത് ഞാനും ഇരിക്കും. ഇവിടെ മർഡർ ചെയ്തവൻ മരിച്ചവന്റെ ബോഡിയെ മരിച്ചതിന് ശേഷമാണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ കൊല ഒരു സാധാരണ രീതിയിലല്ല നടത്തിയത്. ഡയറക്റ്റ് ആയിട്ട് എയർ ഇഞ്ചക്ട് ചെയ്ത് വളരെ സ്മാർട്ടായിട്ടാണ് കൃത്യം നടത്തിയിരിക്കുന്നത്.
ഈ രീതിയിൽ ബുദ്ധിയുള്ള ഒരുത്തൻ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അവൻ തന്നെ ഒരു ID കാർഡ് ഉണ്ടാക്കി മേർഡർ നടന്ന സ്ഥലത്ത് വെച്ചിട്ട് പോയിരിക്കുന്നു. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും എന്നാണ് തോന്നുന്നത്. ശരിയാണ്. ഇതിനേതെങ്കിലും ഒരു തിരിഞ്ഞ റൂട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു ഉൾട്ടാ റൂട്ട് നോക്കി ക്രിമിനലിനെ പിടികൂടണം. തട്ട് പിടിക്കോ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കോ, മാല മാറ്റിക്കോളോ. നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? കാരണം അദ്ദേഹം എന്റെ ബോസിന്റെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു സാറേ. ഇത് ആദ്യത്തെ തവണയല്ലേ സാറേ. വീട്ടിൽ നിന്ന് അപ്പപ്പോ ലിക്കർ ഓർഡർ ചെയ്യും സാറേ. ഞാൻ കാലത്തെ കാശ് വാങ്ങിക്കാൻ പോകും സാറേ. അന്നത്തെ കാലത്തെ പോയതും കാശ് വാങ്ങിക്കാൻ തന്നെയാണ് സാറേ. അതിരിക്കട്ടെ, രാത്രി നീ അവന് ഡ്രിങ്ക്സ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാറേ. ഇതിനു മുമ്പ് നീ അവരെ കണ്ടിട്ടുണ്ടോ? അല്ല സാർ, കണ്ടിട്ടില്ല. പക്ഷെ കണ്ടാ എനിക്ക് തിരിച്ചറിയാൻ പറ്റും സാറേ. ഗുഡ്. അവന്റെ വീടിനടുത്ത് വല്ല മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? മെയിൻ റോഡിൽ ഒരെണ്ണം ഉണ്ട് സാറേ. ഓക്കെ, നീ താഴെ വെയിറ്റ് ചെയ്യും. ശരി സാറേ. ഇത്രയും ഇന്റലിജന്റ് ആയ ഒരു മർഡറിന് പുറകില് എന്തോ ഒരു കാര്യമുണ്ട്. മെഡിക്കൽ സ്റ്റോർ.
എവിടെ പോയത് ഇവൻ? ഓ എന്താ നോക്കുന്നേ? എന്തോ ചിന്തിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അത് വേറൊന്നുമല്ല, ആ ഡോക്ടർ പറഞ്ഞ പോലെ നാളെ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കണോന്ന് എഴുതിയിട്ടുണ്ടോ അത് തന്നെ സംഭവിച്ചിരിക്കും. എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അല്ല അത് അല്ല ഇല്ല എന്നൊന്നും പറയല്ലേ. കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ഞാൻ പറയുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നാളെ നീ എവിടെയും പോകല്ലേ. നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ വരാം. റെഡി ആയിട്ടിരിക്കേ. ഒരു പുതിയ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ശരി. ഒരു കാര്യം അറിയോ റഫീഖ് ഭായ്? പറയാതെ എങ്ങനെയാടാ അറിയാ? നമ്മുടെ ഉദയന്റെ മരണേ നീ വിചാരിക്കുന്ന പോലെ സൂസൈഡ് ഒന്നും അല്ല, അതൊരു മേഡറാണ്. മേഡറാ? മേഡർ എന്നാണ് നാട് മുഴുവനും പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒന്ന് വായടിച്ചിട്ട് മദ്യം വലിച്ചു കേട്ടാ. കറക്റ്റ് ബായ്, കറക്റ്റ്. അത് മർഡർ അല്ല, അത് സൂസൈഡാണ്. നാളെ വൈകുന്നേരം 7 മണിക്ക് നമ്മളെ കാര്യം തീർത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ തന്നെയാണ്. അതിനുശേഷം എല്ലാ ഫിഗേഴ്സും നമുക്ക് തന്നെയാണ്. നാളെ തീർത്തേക്കാം, പിന്നെ മാറ്റി വയ്ക്കരുത്. നീ പറഞ്ഞ കാര്യം നമ്മൾ നാളെ തീർത്തിരിക്കും. എടാ മോനെ, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി സിഗരറ്റ് എടുത്തോണ്ട് വാ, പോടാ. നാളത്തേക്ക് റെഡി ആയിക്കോളൂ. റെഡി റെഡി. നാളത്തെ ദിവസം നമ്മൾക്കുള്ളതാണ്, നമ്മൾക്ക് മാത്രം. അത്രേ ഉള്ളൂ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കില്ല വില. ഇതോ ആറിനടിച്ചോണ്ടിരിക്കട്ടാ. മാറും ഞാൻ. എന്താ ഒരു അല്പം ഒന്ന് ഒതുങ്ങി തരാമെങ്കിൽ ഞാനങ്ങ് പോവായിരുന്നു. വഴി വിട്ടില്ലെങ്കിൽ റോഡെന്ത് നിന്റെ അപ്പന്റെ ആണോ? എന്താണ്? അങ്ങനെയൊന്നും എന്നെ കൂടെ പറയിപ്പിക്കില്ലേ ഏട്ടാ. ആരാടാ അത്? RTO ഓഫീസർ? ആ നമ്മുടെ പഴയ പാർട്ണറാണല്ലോ. ഞാൻ അന്ന് തന്നെ നിന്റെ കഥ മാർക്കറ്റിൽ തീർത്തിട്ടുണ്ടാവും. ജസ്റ്റ് മിസ്. എന്ത് ചെയ്യാനാ മോനെ, നീ സ്ഥലം വിട്ടു, എനിക്കില്ല സാർ. അല്ല, ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? ആരാടാ അത്? നിന്റെ കാമുകിയോ? ഓ, ഡാൻസർ. എടാ ഇങ്ങോട്ട് വരിടാ. എന്താ ബായ്? ഇത് കണ്ടോ നമ്മുടെ മഹാറാണി കാറിന്റെ പുറകിലിരിക്കുന്നത്? നല്ലോണം നോക്കിക്കോ. ബ്യൂട്ടിഫുൾ. ഹലോ, എന്തായി കാണിക്കുന്നേ? ആദ്യം ഒന്ന് നേരെ നിൽക്കി. എന്താ സൗണ്ട്? നീ പോയിക്കോടാ. ആ, നമ്മുടെ IPS തൊപ്പി അയച്ചല്ലോ. കസ്റ്റമറെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല ബൈ. ഒരു ലേഡി കസ്റ്റമറിനെ, അതും ഈ സമയത്ത്, തെറ്റാണ് ചെയ്യുന്നത് ബൈ. എടാ ഒന്ന് വായടക്കടാ. അവൾക്ക് വേണ്ടി തരാ വക്കാലത്ത് അങ്ങനെ. അവളൊന്നിന്റെ കാമുകയാണോ? ആഫ്റ്റർ ഓൾ ബാറിലെ ഡാൻസർ അല്ലേ? ബാറിൽ ഡാൻസ് കളിക്കുമ്പോൾ മാത്രമാണ് ഡാൻസർ. ഇപ്പോ എന്റെ കസ്റ്റമറാണ്. അകത്തിരിക്കുന്നത് സണ്ണി ലിയോണ്. ഇദ്ദേഹം സെക്യൂരിറ്റി. വലിയ ഡയലോഗ് അടിക്കുന്നു. ഒന്ന് പോടാ പുല്ല. ഇത് കണ്ടില്ലേ? എന്നെ വിട്ടേക്ക്. അല്ല, ഇവളെങ്ങനെ ഇവിടെ വന്നേ? എടാ ഓടാ, വേഗം ഓടാ. എടാ വേഗം വേടാ. പണ്ഡിതരെ, പണ്ഡിതരെ, ഒന്ന് വാതിൽ തുറക്കും. പണ്ഡിതരെ, ഒന്ന് വേഗം. പണ്ഡിതരെ. എന്തു പറ്റി? നിക്ക്.
എന്ത് പറ്റി റഫീഖ്? മുരളി, രവി, എന്ത് പറ്റി റഫീഖ്? ആദ്യം ഡോർ അടയ്ക്കാൻ. അത് അടച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പറ, എന്ത് പറ്റി? അത് പിന്നെ ആരും ഞങ്ങൾ പുറകിൽ അടിക്കുന്നു, കഴുത്ത് പിടിച്ച് നിൽക്കുന്നു. അതാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എന്താ നടക്കുന്നുണ്ട് പണ്ഡിതരെ? എനിക്കറിയാം ഇത് സംഭവിക്കുന്നു. കാരണം നമ്മുടെ പണി മൊത്തം തീരാൻ പോകുന്ന ദിവസം നാളെയല്ലേ, അത് മറക്കല്ലേ. അതായത് 13ാമത്തെ ദിവസം. ആരാത്? ആരോ നമ്മുടെ ജോലി ചെയ്യിപ്പിക്കാത്ത നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ഇൻഫാക്ട് എനിക്ക് ഇന്നലെ രാത്രി ഇതേ അനുഭവം ഉണ്ടായിരുന്നു. സാർ, ചിലപ്പോ ഉദയ്ക്ക് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ആയിരിക്കാം സാറേ, നമുക്കും അതുപോലെയൊക്കെ സംഭവിക്കുക സാറേ. ഷഫീഖ്, ഇതിനൊക്കെ നമ്മൾ പേടിച്ച ഒരു കാര്യം നമ്മളെ കൊണ്ട് നടത്താൻ പറ്റില്ല. ആദ്യം നമ്മൾ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചു നോക്കണം. വിശ്വാസം വിടരുത്. നാളെ നമ്മുടെ പണി തീർത്താകണം. അതിനുശേഷം ആ മാന്ത്രികന്റെ അടുത്ത് ഞാൻ തന്നെ സംസാരിക്കാം. നമ്മളെ വേണ്ടാത്തവരാരെങ്കിലും നമുക്കെതിരെ മാന്ത്രികം ചെയ്യുവാണെങ്കിൽ, അതും നമ്മുടെ പുറകെ ഉണ്ടെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട്, നമ്മൾ വിചാരിച്ച കാര്യം ചിലപ്പോൾ നടക്കാതെ പോകാം. സാറേ സഹായിക്കണേ സാറേ. ദൈവം ഞങ്ങളെ കൈവിടല്ലേ സാറേ. ധൈര്യമായിട്ടിരിക്കെ. നാളേക്കുള്ളതൊക്കെ റെഡിയല്ലേ റഫീഖ്? എല്ലാം റെഡിയാണ് സാർ. നാളേക്ക് വേണ്ടി ഇതെല്ലാം റെഡിയാണ്. ഗുഡ്. ഒന്നും മിസ്സായിട്ടില്ലല്ലോ? ഇല്ല സാർ. ഹേയ്, ശാന്തമായിരിക്കെ. കൂൾ. ഡോക്ടർ പറഞ്ഞ പോലെ ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് എനിക്ക് പ്രശ്നമാകുന്ന സമയം. അതായത് ഇനിയും 14 മണിക്കൂർ നേരമുണ്ട്. നമസ്കാരം സാറേ. ഹേയ് പവൻ, എന്തുണ്ടോ വിശേഷം? സാറേ, അന്ന് രാത്രി ഉദയുടെ കൂടെ ഒരാളുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അയാൾ ഇന്നലെ ബാറിലുണ്ടായിരുന്നു. കണ്ട ഉടനെ ഞാൻ സാറിന് ഫോൺ ചെയ്തു. സ്വിച്ച് ഓഫ് ആയിരുന്നു സാറേ. അങ്ങനെയാണോ? ഒരുപക്ഷെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. സാറേ, ഇത് കണ്ടോ? ഞാൻ അവനെ ഫോട്ടോ എടുത്തിരുന്നു. ഗുഡ്. അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു സാറേ. അവരിന്ന് ഫോർട്ടില് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു സാറേ. അവരിവിടെ എവിടെയെങ്കിൽ തന്നെ കറങ്ങി നടക്കുന്നുണ്ടാവും. ഞാൻ ഫോൺ ചെയ്യുന്ന ഉടനെ വന്നേക്കണം കേട്ടോ. തീർച്ചയായും സാറേ. താങ്ക് യു സാറേ. ഓക്കെ. പറയൂ റാം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആ കോട്ടയ്ക്കകത്ത് എന്തോ ദുരൂഹതകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൺഫേം ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ പോലീസ് ഫോഴ്സ് ആവശ്യം വരും. നീ ഒരു നല്ല പോലീസ് ഓഫീസറാണ്. ഐ വിൽ കൺസിഡർ യുവർ റിക്വസ്റ്റ്. ഞാൻ SP-യോട് സംസാരിക്കാം. താൻ ആദ്യം ആ കോട്ടയിൽ എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്ന് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യേ. അതുവരെ ഒരു റിസ്ക് എടുക്കണ്ട. സർ, ബി കെയർഫുൾ. താങ്ക് യു സർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാറേ. നിങ്ങളെ ഗുഡ് മോർണിംഗ് പിന്നെ പറയാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ റെഡിയായിരിക്കുന്നു. ഫൈനൽ വർക്കിന് നിങ്ങളുടെ ഭാഗത്തെല്ലാം റെഡിയല്ലേ? ഓ, എല്ലാം റെഡിയാണ്. എന്തെങ്കിലും ഒരു കാര്യം ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അധോഗതിയാണ്. ഇത്രയും ദിവസം നമ്മൾ എങ്ങനെ ജോലി ചെയ്തോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട റഫീഖ്, എല്ലാം നന്നായി തന്നെ പോകും. ഇൻഷാ അല്ലാ, എല്ലാം നല്ലതുപോലെ നടക്കട്ടെ.
ആ കോട്ട. ഇത് രണ്ടുമാണ് ആ കോട്ടയുടെ മെയിൻ എൻട്രൻസ്. ഇത് ബ്ലോക്ക് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ എങ്ങനെയോ ആ ദിവസം വന്നെത്തി. ഐ എം സോ ഹാപ്പി ദീപു. നിനക്കറിയോ? നിനക്ക് ഹാപ്പി, എനിക്ക് ടെൻഷൻ. ടെൻഷനോ? ടെൻഷൻ ആവാൻ ഇവിടെ എന്താ ഉള്ളത് ഡാർലിംഗ്? എല്ലാം ശരിയാകുമെന്നേ. വാ പോകാം. ഓൾറെഡി സമയം കുറേയായി. അവര് വരുന്നുണ്ടല്ലോ. തീർച്ചയായും വരും സാർ. ടൈം സെൻസും ഇല്ല, ഒന്നും തന്നെ ഇല്ല. എന്താ സുജീത്, നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു? വാ ഞാൻ പറയാം. ഗുഡ് റഫീഖ്, നീ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തല്ലോ. ഇവിടെ എന്താടാ ചെയ്തോണ്ടിരിക്കുന്നത്? സാർ ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി പൂജ ചെയ്തോണ്ടിരിക്കുകയാണ് സാർ. ശരി, അപ്പൊ നീ നിന്റെ ഫ്രണ്ടിന് പൂജ ചെയ്യ്, ഞാൻ നിന്റെ പുറത്ത് പൂജ ചെയ്യാം. ഞാനെന്താ ചെയ്തത് സാർ? എന്ത് തെറ്റ് ചെയ്തെന്നോ? പറഞ്ഞ തെറ്റ് പുറത്ത് പറയട്ടെ. എന്റെ അടുത്താണോ അഭ്യാസം? സാറേ ഒന്ന് കേക്ക്. ഈ പൂജ അവന് വേണ്ടിയല്ല. വായടക്കടോ. എവിഡൻസ് ഇല്ലാതെ ആരോടും സംസാരിക്കില്ല ഈ രാം ഗോപാൽ റാവു. പറയടാ, ഉദയ ആരാന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അത് തൂങ്ങി മരിച്ചില്ല സാർ, അത്ര എനിക്ക് അറിയില്ല സാർ. ണോ പറയല്ലേടാ. ഞാനെന്തിനാ നുണ പറയുന്നേ? അവൻ എന്റെ അനിയനെ പോലെയാ സാർ. പറയൂ പണ്ഡിതരെ. ഞാൻ അയാളോട് എന്തിനാണോ ചോദിക്കണ്ടേ? നീ അല്ലേടാ അവരെ കൊന്നു കൊല വിളിച്ച് അവസാനം കെട്ടി തൂക്കി ഇപ്പൊ അഭിനയിക്കുകയാണോ? മര്യാദക്ക് സത്യം തുറന്നു പറയടാ. സാർ ഞാനിപ്പോ നുണയല്ല സാർ പറയുന്നേ. മര്യാദക്ക് കുറ്റം സമ്മതിക്കുന്നു അല്ല ഞാനിതെല്ലാം തുറന്നു വിളിച്ചു പറയണോ? സാർ ഞാനെല്ലാം പറഞ്ഞേക്കാം സാർ. നമസ്കാരം സാറേ. അണ്ണാ പൈസ എപ്പോഴും വരുന്ന പോലെ കാലത്ത് വന്ന് വാങ്ങടോ. വെറുതെ കലിപ്പാക്കല്ലേ. ശരിയണ്ണ. ബായ്,
10 കോടി കിട്ടിയ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 5, അത്രേ ഉള്ളൂ. നീ അതിൽ ഒരാൾ ശരി തന്നെയാ. എടാ മോനെ, അതെങ്ങനെയാടാ എനിക്ക് വന്ന ഐഡിയ നിനക്കും വന്നിരിക്കുന്നു? മരിക്കാൻ വേണ്ടി ജനിച്ചിരിക്കടാ നീ എനിക്ക് അനിയനെ പോലെയാ. ഞാൻ നിനക്ക് ഒരു വേദനയില്ലാതെ കൊല്ലാൻ പോവാണ്. ഓക്കെ അല്ലേ? എല്ലാരും മരുന്നോട് കൂടിയാണ് ഇഞ്ചക്ഷൻ ഇടുന്നത്. ഞാൻ നിനക്ക് 4 ഇഞ്ചക്ഷൻ ഇട്ടേക്കാം. ഇതാ, അത്രേ ഉള്ളൂ. ഇട്ടു. അത്രേ ഉള്ളൂ. ആ ഒന്നിലടാ. അത്രേ ഉള്ളൂ. നീ എന്ത് ഐഡിയ കൊടുക്കേ? മരിക്കാൻ വേണ്ടി ഐഡിയ കൊടുത്തല്ലോ നീ. ഇത്രയും ചെറിയ പ്രായത്തിൽ നീ മരിച്ചു പോയല്ലോടാ. എന്തിനാടാ സൂസൈഡ് ചെയ്ത്? എനിക്കിനി ആരാ ഉള്ളത്? ദീപു, 13 ദിവസത്തിന് മുമ്പ് ഞാൻ ചെന്നൈ പോയപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? യെസ്, നിങ്ങൾ വിചാരിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതിയിരിക്കുന്ന കാളും കുറെ കൂടുതൽ നിധിയാണ് ആ കോട്ടയ്ക്കകത്ത് ഇരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിസാമും ബിക്കന്ദറും ഒരു അഗ്രിമെന്റിൽ എത്തി. വളരെ സേഫായിട്ട് ഈ സ്ഥലത്തിൽ ആ നിധി കുഴിച്ചിട്ടു. അതും ഈ കോട്ടയിലുള്ള ആർക്കും അറിയാതാണ് ചെയ്തത്. അത് ഞാൻ എങ്ങനെയോ അന്വേഷിച്ചു പിടിച്ചു. അതല്ലാതെ അതിനെ എങ്ങനെയെങ്കിലും ഈ കോട്ട വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ 13 വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രം വരുന്ന പൂഷ നക്ഷത്രത്തിൽ ഒരു മഹാപൂജ ചെയ്യണം. പക്ഷേ ആ 13 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ചു വരാൻ ഇനി കുറെ ദിവസങ്ങളില്ല. വെറും 13 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വെറും 13 ദിവസങ്ങൾ മാത്രം. പിന്നെ ഇന്നൊരു കാര്യമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ആ നിധി നമ്മൾ പുറത്തേക്ക് എടുക്കാൻ 5 ജീവനെ ബലി കൊടുത്താകണം. 5. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? എന്താ പണ്ഡിറ്റ്, താലിയാർക്കുന്ന തൊട്ട് തലയാർക്കുന്ന വരയ്ക്കും ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്യും. അതുമാത്രമല്ലാതെ നിധി കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. അതെന്താ സംഭവം, ഡീറ്റെയിൽ ആയി പറയൂ. അത്ര എളുപ്പത്തിൽ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. ഈ ജോലി നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാം. കാശ് ഒരുപാട് കിട്ടുന്നില്ലേ? റിസ്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ശരി, ഇന്ന് തൊട്ട് 13-ാമത്തെ ദിവസം വൈകുന്നേരം 7 മണിക്ക് ആ പൂജ തുടങ്ങണം. നമ്മൾ ബലി കൊടുക്കേണ്ടത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മൃഗത്തിനെ, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മൃഗത്തിനെ, ഭൂമിയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു മൃഗം, കാറ്റിൽ പറക്കുന്ന ഒരു പക്ഷി, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പൂഷ നക്ഷത്രത്തിൽ ജനിച്ച ഒരുത്തൻ. നമ്മുടെ പൂജയെ പൂർത്തിയാക്കാൻ പോകുന്നവൻ ബ്രഹ്മചര്യനായി ഇരിക്കേണ്ടത് നിർബന്ധമാണ്. ഒരു നല്ല യുവാവായിരിക്കണം. സാർ, നമ്മളെല്ലാം റെഡിയാക്കിയേക്കാം. പക്ഷേ അതേ നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരുത്തനെ നമ്മൾ എവിടെയാ പോയി കണ്ടെത്തുക? ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ്. ഈ പൂജയിൽ വളരെ അത്യാവശ്യമായത് പൂഷ നക്ഷത്രത്തിൽ ജനിച്ച ആ മനുഷ്യനാണ്. ഇപ്പൊ പറയൂ, ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇത് എന്നെ കൊണ്ട് സാധിക്കും. ആ ബ്രഹ്മചാരിയായ മനുഷ്യനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ബാക്കിയെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യൂ. നീയാ ഇവിടെ കൊണ്ടുവരുമാ?
നിനക്ക് പ്രാന്തല്ല. എന്നെ പ്രേമിക്കുന്നു പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നില്ലേ എന്റെ ലവർ ദീപു? അവന് ഞാൻ കൊണ്ടുവരും. ഇതിനെപ്പറ്റി പറയാനാണ് ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരെ പിരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതിനു മുമ്പ് എന്റെ തലയ്ക്ക് ആരോ അടിച്ചു. നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ റോഡിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ. പക്ഷേ നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നാണ് ഞാൻ നിന്നിൽ നിന്നും വിട്ടുപോയത്. അവൾ നിന്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ അവളെ നിന്നിൽ നിന്നും മാറ്റാനായി ഞാൻ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നീ അവളെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളെ രണ്ടുപേരെയും വേർപിരിക്കാനായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. നീ അഭിനയിക്കുകയാണോ അതോ സത്യം പറയുകയാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഈ പൂജയ്ക്ക് ബലി കഴിപ്പിക്കാനാണ്. അതുമാത്രമല്ല, ഈ 13 ദിവസം ഞാൻ നിന്നെ സ്നേഹിക്കുന്ന മാതിരി അഭിനയിച്ചതെല്ലാം നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ബലി കഴിപ്പിക്കാനായിരുന്നു. എന്തിനാണെന്നറിയോ? ലൈഫിൽ എളുപ്പവഴിയിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പണം എന്റെ അടുത്തുണ്ടായെങ്കിൽ നിന്നെ പോലെ 100 ബോയ് ഫ്രണ്ടിനെ ഞാൻ വളച്ചെടുത്തേനെ. ഞാൻ എന്തിനാ പണത്തിന് ഇത്രയും വില കൊടുക്കുന്ന കാര്യം നിനക്കറിയാമോ? ഈ പണം കാരണമാണ് എന്റെ ജീവിതം നശിച്ചത്. ഒരു ദിവസം അമ്മയുടെ കൂടെ പുറത്തു പോയിട്ട് വരുമ്പോ എന്റെ അച്ഛനെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഇതെല്ലാം പണമില്ലാത്ത കഷ്ടത്തിനാലാണ് സംഭവിച്ചത്. ആ ദിവസം ഞാൻ തീരുമാനിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ പണക്കാരിയാകണമെന്ന്. മനസ്സിലായോ? എന്റെ മനസ്സിലിരിക്കുന്ന ഒരേ ഒരു കാര്യം ഈ കോട്ടയുടെ അകത്തുള്ള വലിയൊരു നിധിയാണ്. അത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി എനിക്ക് വലിയ പണക്കാരിയാകണം. പക്ഷെ എനിക്ക് അതെങ്ങനെ സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ പണ്ഡിത്തിന്റെ ആർക്കിയോളജി ബുക്ക് ഞാൻ വായിച്ചത്. ലോക്കൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഷെഫീഖ്, റഫീഖ്, മുരളിയെല്ലാം ഞാൻ കോണ്ടാക്ട് ചെയ്തത്. എല്ലാ ദിവസവും രാത്രി ഈ കോട്ടയ്ക്കകത്ത് വന്ന് നിധിയിരിക്കുന്ന സ്ഥലം ഞാൻ തിരയുമായിരുന്നു. പക്ഷെ നിധിയിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഞങ്ങൾ ഇതേ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ കടന്നു വന്നത്. അന്ന് നീ ചെയ്തത് കണ്ട് ഞാൻ വരെ പേടിച്ചുപോയി. അതിനുശേഷം നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി നിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. അതുമാത്രമല്ല, നിന്നോട് എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നീയുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന് ഞാൻ സമ്മതിച്ചു. അതുമാത്രമല്ല, എനിക്ക് മൊത്തം ഷെയർ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും കൊല്ലാൻ ഞാൻ പദ്ധതിയിട്ടു. റഫീഖുമായിട്ട് ഡീലുണ്ടാക്കി. ആ കൊലപാതകങ്ങളെല്ലാം നീയാണ് ചെയ്തതെന്ന് പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല. പണ്ഡിതരെ, പൂജ ആരംഭിക്കൂ. ഇവളെ കൊല്ലാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എനിക്കത് കഴിഞ്ഞില്ല. ഇവളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാതിരിക്കാനായി ഞാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കി നോക്കി. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു. ഒരു രീതിയിലും ഇവള് ഭയപ്പെടുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ പിന്മാറിയത്. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. ഇവനും ആ കാര്യം മനസ്സിലായില്ല. ഇവന്റെ അടുത്ത് വന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നെ ഇവരുടെ എല്ലാവരുടെ അടുത്തും പോയി. പക്ഷെ ആരും ഒന്നും മനസ്സിലാക്കിയില്ല. ഇവരെ കൊണ്ടും എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതായി പോയി. എന്റെ ദീപുവിനെ ഇനി സാറിന് മാത്രമേ രക്ഷിക്കാനാകൂ. സാർ, പ്ലീസ് സാർ, എന്റെ ദീപ് പാവാണ്. അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. പ്ലീസ് സാർ, രക്ഷിക്കണം സാർ, പ്ലീസ്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് സാർ. ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൽ അവിടെ നിധിയുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ തെറ്റായ വിശ്വാസം കാരണം പണത്തിന്റെ മേലുള്ള ആഗ്രഹത്തിൽ പാവപ്പെട്ട ചെക്കനെ കൊല ചെയ്ത കുറ്റത്തിനായി നാരായൺ പണ്ഡിറ്റ്, അദ്ദേഹത്തെ സഹായിച്ച 4 പേരും ഈ കോർട്ടിന്റെ ഉത്തരവനുസരിച്ച് IPC സെക്ഷൻ 110B പ്രകാരം ജീവനുള്ള കാലം മുഴുവനും ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഉത്തരവിടുന്നു. ഒരുപക്ഷെ ആ ആത്മാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചാൽ അത് തന്റെ ഉറവിടമായ പരമാത്മാവിന്റെ അടുത്തേക്ക് പോയി ചേരും. അവിടെ മോക്ഷം പ്രാപിക്കും. അങ്ങനെയല്ലെങ്കിൽ